അനിയുടെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞു ശ്രീകുട്ടി. കരയില്ല ശ്രീകുട്ടി, അതൊക്കെ കഴിഞ്ഞില്ലേ. മോളെ ക്ഷമിക്കട അനിയേട്ടനോട്. അവൻ നിറഞ്ഞു നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. അന്ന് അനിയേട്ടൻ ശ്രദ്ധ ചേച്ചിക്ക് മോതിരം ഇട്ട് കൊടുത്തപ്പോൾ മനസ്സ് തകർന്നു പോയി. പക്ഷേ അപ്പോഴും ഞാൻ നോക്കിയത് അനിയേട്ടൻ്റെ മുഖത്ത് സന്തോഷമാണ്. അത് നിലനിൽക്കണമെങ്കിൽ ശ്രീകുട്ടി മാറി നിൽക്കണം എന്നേ കരുതിയിരുന്നുള്ളൂ. പിന്നെ സമയം പോകെ എനിക്ക് മനസ്സിലായി, ഞാൻ ജീവിച്ചിരുന്നാൽ അനിയേട്ടന് ഒരിക്കലും സന്തോഷം കിട്ടില്ല. എപ്പോഴെങ്കിലും എൻ്റെ ഇഷ്ടം ഏട്ടൻ അറിഞ്ഞോളോ എന്നൊക്കെ ഓർത്തിട്ടാണ് അന്ന് ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെ ശ്രീകുട്ടി തോറ്റുപോയി. ആരും ഒന്നും അറിയരുതെന്ന് കരുതിയിട്ട് എല്ലാവരും എല്ലാം അറിഞ്ഞ് മരണവെപ്രാളത്തിൽ ഞാൻ തന്നെ ചേച്ചിയോട് എല്ലാം പറഞ്ഞു പോയി. മരണത്തിന്റെ പിടിയിലും തിരികെ കിട്ടിയ എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണെങ്കിലും അനിയേട്ടൻ എനിക്ക് സ്വന്തമായി. പക്ഷേ ഒരിക്കൽ പോലും മധുരം മുൻപ് ഞാൻ കണ്ടിരുന്ന ആളെ എനിക്ക് പിന്നെ കാണാനേ കഴിഞ്ഞില്ല. ഞാൻ മുമ്പിൽ നിന്നാൽ പോലും അനിയേട്ടൻ എന്നെ കാണില്ല. ആമിയുടെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ കൊതിയോടെ കാതോർത്ത് നിന്നിട്ടുണ്ട്. അനിയേട്ടാ, അമ്മി ഇതിൽ പങ്ക് ശ്രീകുട്ടിയും കൂടെ കൊടുക്ക് എന്ന് പറയുമെന്നോത്ത്. പക്ഷേ ഒരിക്കലും പറഞ്ഞില്ല. മോളെ ദാ ഇങ്ങനെ കരയല്ലടാ, നോക്കടാ. കുഞ്ഞൊന്ന് ചെയ്യാൻ പറ്റത്തിനൊക്കെ ചേർത്ത് ഈ കൈവെള്ളയിൽ കൊണ്ടു നടന്നോളാം അനിയേട്ടൻ. കണ്ണുനീരിൽ കുതിർന്ന ആ മുഖം കാണേ എനിക്ക് നെഞ്ചി വിങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയേറെ തന്നെ സ്നേഹിച്ചിരുന്നോ പ്രണയിച്ചിരുന്നോ എന്തേ ഞാൻ അറിയാതെ പോയി. അനിയേട്ടനെ അറിയോ, മംഗളത്തിൽ നിൽക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മായും മാമനും മക്കളും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ അനിയേട്ടൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും അവർ എൻ്റെ കൂടെയാണ്. അങ്ങനെ ചിന്തിക്കാനും കാണാനുമായിരുന്നു എനിക്കിഷ്ടം. അതുപോലെ ഓരോ തവണ ശ്രദ്ധ എന്ന പേര് കേൾക്കുമ്പോഴും എൻ്റെ നെഞ്ചി കിടുങ്ങും. കാരണം ആ ചേച്ചി എന്നോട് നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്തിട്ടായാലും അനിയേട്ടനെ ആ ചേച്ചി സ്വന്തമാക്കുമെന്ന്. ദിവസങ്ങൾ പോകെ അനിയേട്ടൻ ആകെ മാറി. ഞാൻ എന്നൊരാൾ ആ വീട്ടിലുണ്ട് എന്ന് പോലും ഓർക്കാതെയില്ല. വരുന്നവർക്ക് പോകുന്നവർക്കും കൊട്ടിക്കളിക്കാൻ ഒരു ചെണ്ടയായി ഞാൻ. അപ്പോഴും പ്രതീക്ഷിച്ചു എൻ്റെ ശ്രീകുട്ടി എവിടെന്ന് ചോദിച്ച് കയറി വരുന്ന അനിയേട്ടനെ. ഒരു നിമിഷം കുനിഞ്ഞിരുന്ന് കണ്ണുനീരടക്കി ശ്രീകുട്ടി ഹൃദയം നൊന്ത് പിടഞ്ഞു. ഒരുവനും അവളാ ഇരിപ്പ് നോക്കിയിരുന്നു. അന്ന് ആ ചേച്ചി എറണാകുളത്ത് വന്ന ഓർമ്മയുണ്ടോ, അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞത്? അന്ന് മരിക്കാൻ തോന്നി. പിന്നെയുള്ള ദിവസങ്ങളൊക്കെ മരിച്ചതിന് തുല്യം തന്നെയായിരുന്നു. ഞാൻ പിന്നൊരു ദിവസം തോറും അനിയേട്ടൻ്റെ ഒപ്പം നിന്ന് എടുത്ത ഫോട്ടോ സ്റ്റാറ്റസിലും അത് കണ്ട് നീറിപ്പിടഞ്ഞു ഞാനും. സംശയമായിരുന്നു അന്ന്. തെറ്റിദ്ധരിക്കില്ലേ അനിയേട്ട? ശ്രദ്ധ ചേച്ചി ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആളിന് ശ്രീകുട്ടിയെ മാത്രം വേണ്ടുന്നത് ആണ് എന്നെ കൊല്ലാതെ കൊന്നത്. ഇതിനിടയിൽ എപ്പോഴും എൻ്റെ മനസ്സ് കൈവിട്ട് തുടങ്ങിയിരുന്നു അനിയേട്ട. എനിക്കോ മറ്റുള്ളവർക്കോ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ അനിയേട്ടനെയും ബാക്കിയുള്ളവരെയും ഒക്കെ മനസ്സിൽ പതിപ്പിച്ചു. ഇനിയൊരു തിരിച്ചു വരവ് ആ വീട്ടിലേക്ക് ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു. എന്നിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. പിന്നെ കുറേ കാലം നടന്നതൊന്നും എൻ്റെ ഓർമ്മയിലില്ല അനിയേട്ട. ഭ്രാന്തി പിടിച്ചു. പാവം എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ വേദനിപ്പിച്ചു. ചേച്ചി പ്രസവിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ആ സമയം എൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് ചേച്ചി അരുണേട്ടൻ്റെ അമ്മയൊക്കെയാണ് നോക്കിയത്. ഞാൻ കാണും എല്ലാവരും വേദനിച്ചു, ഇപ്പോഴും വേദനിക്കുന്നു. ശ്രീകുട്ടി, നീ എന്തിനാടി എന്നെ ഇത്രയേറെ സ്നേഹിച്ചത്? അതല്ലേ ഇത്രയേറെ വേദനിക്കേണ്ടി വന്നത്? എനിക്ക് അനിയേട്ടനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നി. ഏട്ടനോട് തോന്നിയ ഇഷ്ടം വേറെ ആരോടും തോന്നിയില്ല. ഇനി തോന്നുമോ അറിയില്ല. ഇനി തോന്നേണ്ട. ശ്രീകുട്ടി അനന്തൻ്റെയാണ്, അനന്തൻ്റെ മാത്രം. അവളെ ഇടത് കൈ അനിതൻ്റെ വലത് കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട അനിയേട്ട, അനിയേട്ടന് നല്ലൊരു ജീവിതമുണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ ശ്രീകുട്ടി സമ്മതിക്കില്ല. അപ്പോൾ അനിയേട്ടൻ ഇനി മറ്റൊരു പെണ്ണെ കൂടെ കൂട്ടിയാൽ ശ്രീകുട്ടിക്ക് വിഷമം വരില്ലേ? ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ അതൊക്കെ അടക്കി പിടിക്കാൻ ശ്രീകുട്ടിക്ക് കഴിയും. എനിക്കെൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം. ചെറിയൊരു ജോലി ശരിയാക്കി അച്ഛനും അമ്മയ്ക്കും ഒപ്പം കഴിയണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എൻ്റെ ശ്രീകുട്ടി കൂടെ വേണം. അവൾ ആഗ്രഹിച്ച പോലും പ്രണയിക്കണം. അവളാൽ പ്രണയിക്കപ്പെടണം. പിന്നെ പ്രണയിച്ച് ഒന്നായി ജീവിച്ച ആ പ്രണയത്തിൻ്റെ അടയാളമായി നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വളർച്ച, വിദ്യാഭ്യാസം, വിവാഹം, പിന്നെ നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആകും. അപ്പോഴും മാറ്റം ഏതുമില്ലാതെ അരിഞ്ഞ ശ്രീകുട്ടിയും പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഈ ലോകം വിട്ട് ഞാൻ ആദ്യം പോയാൽ എൻ്റെ ശ്രീകുട്ടിയെ തനിച്ചാക്കാതെ കൂടെ കൊണ്ടുപോകും. നീയാണ് ആദ്യം പോകുന്നതെങ്കിൽ എന്നെ കൂടെ കൂട്ടണം. കൂട്ടിലെ ശ്രീകുട്ടി. ചുമരോട് ചാരിയിരുന്ന മുട്ടുമടക്കി മുട്ടിൽ മുഖം ചായച്ചിരുന്ന് അനി പറയുന്നതൊക്കെ കേൾക്കുവാണ് ശ്രീകുട്ടി. അതിനിപ്പം കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട്. ഞാൻ വേണ്ട അനിയേട്ടന്. എന്നെക്കളം സ്നേഹിക്കുന്നൊരു കുട്ടിയെ കിട്ടും. ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. മുഖം തുടച്ച് വീണ്ടും അനിയെ നോക്കി ശ്രീകുട്ടി. എനിക്ക് വേറെ ആരെയും വേണ്ട. നീ പറഞ്ഞില്ലേ ആ വീട്ടിൽ എൻ്റെ മുന്നിൽ നിന്നാലും നിന്നെ ഞാൻ കാണില്ലെന്ന്. കാണാഞ്ഞിട്ടല്ല, നിന്നോടൊരു ഭാര്യ എന്ന നിലയിൽ ഇഷ്ടം തോന്നി തുടങ്ങിയത് ഞാൻ ശരിക്കും അറിഞ്ഞതുപോലും നിന്നെ മാമൻ കൊണ്ടുപോയതിന് ശേഷമായിരുന്നു മോളെ.
അതിനു മുൻപ് നിന്നെ കാണാത്തപ്പോൾ അല്ലെങ്കിൽ നിന്റെ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിലൊക്കെ എനിക്ക് തോന്നുന്ന അസ്വസ്ഥത ഞാൻ മനസ്സിലാക്കിയില്ല. ശ്രീകുട്ടി, അനിയേട്ടനോട് ശ്രദ്ധ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ച് വേണ്ടെന്ന് പറയാൻ കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതും അത്രയും മുന്നോട്ട് പോയത്. നിന്റെ കഴുത്തിൽ താലി കെട്ടി സ്വന്തമാക്കിയതിൽ പിന്നെ ഇതുവരെ മറ്റൊരു പെൺകുട്ടി ഞാൻ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആഗ്രഹിച്ചിട്ടില്ല. നീ കൂടെ വേണമെന്ന് മാത്രം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമാണ് ഈ 2 വർഷവും അനിയേട്ടൻ കഴിഞ്ഞത്. എന്നാലും വേണ്ട അനിയേട്ട, അനിയേട്ടന് ശ്രീകുട്ടി ചേരില്ല. മുഖം മുട്ടിൽ അമർത്തി വെച്ച ശ്രീകുട്ടി അനിയുടെ കണ്ണുകളും വീണ്ടും കലങ്ങി. അതെന്താ ചേരേക? അനിയേട്ടന് ശ്രീകുട്ടിയെ ചേരും? ഇല്ല ശ്രീകുട്ടി, ശ്രീകുട്ടി ഭ്രാന്തിയാണ്, ചേരില്ല. ശ്രീകുട്ടിയുടെ അനിയേട്ടനും ഭ്രാന്താണ്, ശ്രീകുട്ടിയുടെ അടങ്ങാത്ത ഭ്രാന്ത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2 ആളുമേ ചേരൂ. വേണ്ട അനിയേട്ടാ, വേണം ശ്രീകുട്ടി. നീ എന്നും അനിയുടെയാണ്, അനിയുടെ മാത്രം. ഇപ്പോൾ ഉടനെ അനിയേട്ടൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ വേണ്ട, എൻ്റെ കുഞ്ഞ് പിന്നെ വന്നാൽ മതി. അനിയേട്ടൻ അവിടെ കാത്തിരുന്നോളാം. അതിപ്പോൾ ഈ ജന്മം മുഴുവനും വേണമെങ്കിൽ അങ്ങനെയും. പക്ഷേ എപ്പോഴും ഒരു ഉറപ്പ് എനിക്ക് വേണം. എന്താണെന്ന് പോലെ ശ്രീകുട്ടി അനിയെ നോക്കി. അനിയേട്ടനെ ശ്രീകുട്ടി വെറുക്കില്ലെന്ന് പറഞ്ഞിട്ട് അനി മുഖം പൊത്തി കുനിഞ്ഞിരുന്നു. ശ്രീകുട്ടിയുടെ വിങ്ങിലടക്കി അവന്റെ തോളിൽ കൈവച്ചു. റൂമിന്റെ പുറത്ത് ഇതൊക്കെ കേട്ടുന്ന മൂവരും കണ്ണുനീര് തുടച്ച് ഹാളിലേക്ക് വന്നിരുന്നു. അനിയും മച്ചും പോകാനിറങ്ങി. കാറിനരികിൽ നിൽക്കുവാണ് ശ്രീകുട്ടി. ഒമ്മർത്ത് നിൽപ്പുണ്ട് സുധാകരനും രാജിയും അവിടെ അടുത്തു. സൂക്ഷിച്ചു പോകണം കേട്ടോ അനി, ഞങ്ങൾ തലയിൽ നീതും, അളയിനോടൊക്കെ പറഞ്ഞു. ഇരുവരും കാറിൽ കയറിയതും അയാൾ പറഞ്ഞു. ശരി. യാത്ര പറഞ്ഞു കാർ എടുക്കുമ്പോൾ അറിയാതെ തന്നെ അനിയുടെ കണ്ണുകൾ ശ്രീകുട്ടിയെ തേടിയെത്തി. ചുമരിൽ ചാരി അവരെ നോക്കി നിൽക്കുന്നവൾ അവന് വേദനയായി. അനിയേട്ടാ, മനസ്സ് തുറന്ന് ശ്രീകുട്ടിയോട് സംസാരിച്ചില്ലേ, അവൾ വരും. അനിയേട്ടനെ വിട്ടുപോകാനൊന്നും അതിന് കഴിയില്ല, എനിക്ക് ഉറപ്പുണ്ട്. വിഷമത്തോടൊന്നും മിണ്ടാതെ കാർ ഓടിക്കുന്ന അനിയെ അച്ചു സമാധാനിപ്പിച്ചു. എനിക്കറിയാം അച്ചു, ഇന്ന് അവൾ പറഞ്ഞതൊക്കെ കേട്ട് എൻ്റെ നെഞ്ചു പൊടിഞ്ഞുപോയി. ഞാനൊരു ദുഷ്ടനായിരുന്നു അല്ലടാ. ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിന്റെ സങ്കടം ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. അല്ലെങ്കിൽ അവളെന്നെ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ ആ പ്രണയം ഞാൻ അറിയാതെ പോകരുതായിരുന്നു. ഒക്കെ എൻ്റെ പിടിപ്പുകേടായിരുന്നു. ഇന്ന് ഞാൻ കണ്ട ആ കണ്ണുനീര്, ആ സങ്കടം, അതൊന്നും ഈ ജന്മം ഞാൻ മറക്കില്ലടാ. മറക്കാൻ എനിക്ക് പറ്റില്ല. ഇനി ആ പാവത്തിനെ വേദനിപ്പിക്കാതെ ചേർത്ത് പിടിക്കാൻ, അവൾ ആഗ്രഹിച്ചതുപോലെ പ്രണയിക്കാൻ, ഒരുമിച്ച് ജീവിക്കാനും ഒക്കെയല്ലേ എനിക്ക് കഴിയും. കഴിഞ്ഞു പോയതൊന്നും അവൾ ഒരിക്കലും മറക്കില്ല അച്ചു. അത്രയേറെ ആഴത്തിൽ ആ മുറിവ് അവളിലുണ്ട്. ഞാനത് അറിഞ്ഞതാണ്. പറഞ്ഞിട്ട് സഹിക്കാൻ കഴിയാത്ത സങ്കടത്തോടെ അനി സ്റ്റിയറിംഗിൽ മുഖം അമർത്തി കിടന്നു. അനിയേട്ടാ, വിഷമിക്കലേ, ഇങ്ങോട്ടിരിക്കും, ഞാൻ ഓടിക്കാം. അനിയെ കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റി അച്ചു കാർ ഓടിച്ചു. പിള്ളേരെത്താറായോ ഭദ്രേ? നീ വിളിച്ചില്ലേ? രാജേന്ദ്രൻ കയ്യിരുന്ന കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ചോദിച്ചു. എത്താറായി രാജേട്ടാ, 1/2 മണിക്കൂറിലെത്തുമെന്നാണ് ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അനി പറഞ്ഞത്. ഇന്നിപ്പോ ഈ വരുന്ന ഞായർ കാവ്യയും കുഞ്ഞും വരും. അടുത്ത മാസം അവസാനത്തോടെ ആമയും കൂട്ടിക്കൊണ്ടുവരും. എല്ലാവരും സന്തോഷമായി കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞ് അവൻ്റെ സങ്കടവും കൂടെ തീർക്കണേ ഈശ്വര. മുകളിലേക്ക് നോക്കി പ്രാർത്ഥനയോടെ രാജേന്ദ്രൻ പറഞ്ഞു. അതൊക്കെ ശരിയാകും, എനിക്കറിയാം. ശ്രീകുട്ടിക്ക് ഒരുപാടൊന്നും നടന്നും അനിയെ കണ്ടിൽ നടിക്കാനാവില്ല. എൻ്റെ മോളും വരും രാജേട്ടാ. ഞാൻ ഈ കണ്ട ദൈവങ്ങളോട് മുഴുവനും പ്രാർത്ഥിക്കുന്നത് അവർക്ക് കൂടെ വേണ്ടിയല്ലേ. അയാളെ സമാധാനിപ്പിച്ച് സുഭദ്ര പറഞ്ഞു. ആ, ഒക്കെ ദൈവം സാധിച്ചു തട്ടെ അല്ലേ ഭദ്രേ. ഇനിയിപ്പോൾ ആമയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് ഒരു ദിവസം നോക്കണ്ടേ? നോക്കണം. എന്തായാലും കാവ്യ വരട്ടെ, പിന്നെ ചടങ്ങിന് സൂരജ് വരുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ പറ്റുന്നൊരു ദിവസം നോക്കാം നമുക്ക്. അതും മതി, അയാളും ആലോചനയോടെ പറഞ്ഞു. പിള്ളേരെത്തിയല്ലോ. കാർ പോർച്ചിലേക്ക് ഒതുക്കിയിട്ട് അച്ചുവും അനിയും ഇറങ്ങി വന്നു. അച്ഛൻ്റെ ഇരുവശത്തുമായിരുന്നു സുഭദ്ര അവർക്ക് കട്ടൻ കാപ്പിയും ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും കൊണ്ടുവന്ന് കൊടുത്തു. അമ്മാതാ, ഇതൊക്കെ അങ്ങോട്ട് വെച്ചു. വലിയൊരു കവറും ബിഗ് ഷോപ്പറും കൂടെ അച്ഛൻ സുഭദ്ര ഏൽപ്പിച്ചു. എന്താടാ, ബീഫിന്റെ മണാണല്ലോ ഇന്ന്? അതൊക്കെയായിരുന്നു. അവിടെ മരുമോന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാമി. ഞങ്ങൾ കഴിച്ചതാണ്. ഇതിപ്പോ ആങ്ങളയ്ക്ക് നാത്തൂനുമുള്ള പങ്കാണ്. അച്ചു അനിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എടാ മക്കളെ, കൊച്ചു എന്തു പറഞ്ഞു? അവൾ വരുമോ ചടങ്ങിന്? സുഭദ്ര ആകാംക്ഷയോടെ അന്വേഷിച്ചു. വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷയും ആഗ്രഹവും. പിന്നെ എൻ്റെ കൂടിയുള്ള ജീവിതത്തിൽ എൻ്റെ ശ്രീകുട്ടിക്ക് നല്ലതൊന്നും കിട്ടിയില്ലല്ലോ അമ്മേ. ഓർക്കാൻ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. എന്നാ വേദന ആവോളം ഉണ്ട് താനും. മോനെ, എടാ, എന്താ കൊച്ചു പറഞ്ഞത്? അതോ നിന്നോട് പിണക്കാണോ? അവൾ എന്തു പറഞ്ഞു? പറയടാ. സുഭദ്ര കുനിഞ്ഞിരുന്ന കണ്ണ് തുടയ്ക്കുന്ന അനിയെ വേവലാതിയോടെ നോക്കി. അവൾ എന്തു പറയാൻ? അവൾ അനുഭവിച്ചത്, സങ്കടപ്പെട്ടതൊക്കെ ഞാൻ കാണാനല്ലമ്മേ. ഒടുവിൽ മനസ്സിന്റെ സമനില തെറ്റി സ്വയം ശരീരം വേദനിപ്പിച്ച് നരകിച്ചതും അവളല്ലേ. സുഭദ്രയുടെ മടിയിൽ മുഖം അമർത്തി കരഞ്ഞു അനി. അനി, മക്കളെ, നീ ഇങ്ങനെ വിഷമിക്കലടാ. എൻ്റെ മോള് വരും, അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ശ്രീകുട്ടിയെ നിന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതിരുന്ന മാമൻ തന്നെ ഇപ്പൊ ഇത്രയും മാറിയില്ലേ? അതിന്റെ കാരണം എന്താണ്? അവളുടെ മനസ്സിനിയും തെളിഞ്ഞു വരാനുണ്ട്. അതിന്റെ മരുന്ന് നീയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ്. സുഭദ്ര അവന്റെ സങ്കടം കണ്ട് വിഷമത്തോടെ പറഞ്ഞു. അതുമാത്രല്ല നീ മോള്, അവൾക്ക് നീ ആരായിരുന്നു എന്തായിരുന്നെന്ന് നിന്നെക്കാട്ടിലും മനസ്സിലായത് ഞങ്ങളാണ്. അച്ഛനുറപ്പുണ്ട്, കൊച്ചു വരുമടാ.
ഇനി ഞാനെങ്ങും പോവില്ല, അനിയേട്ടൻ്റെ കൂടെ ഇവിടെ നിൽക്കും എന്നും പറഞ്ഞ് നീ നോക്കിക്കോ. അനി മൂളിക്കൊണ്ട് എഴുന്നേറ്റ് നീ എവിടെ പോവാടാ? എനിക്കൊന്ന് കിടക്കണം അമ്മ പറഞ്ഞുകൊണ്ട് അനി റൂമിൽ കയറി വാതിലടച്ചു. വീട്ടിലേക്ക് വീഴുമ്പോൾ അവൻ്റെ ഹൃദയം കേണത് ശ്രീകുട്ടി എന്നൊരു മന്ത്രം മാത്രമായത്. ഹൃദയം നിറഞ്ഞത് ആ കുഞ്ഞിപ്പെടിൻ്റെ കണ്ണുനീര് നിറഞ്ഞ മുഖവും. അച്ചു എന്താടാ എനിക്ക് ഇത്രയും സങ്കടം? അവനാകെ സങ്കടപ്പെടുവാണല്ലോ. സുഭദ്ര വിഷമത്തോടെ അച്ചുവിനെ നോക്കി. അമ്മ വിഷമിക്കേണ്ട, ഇന്ന് അനിയേട്ടനും ശ്രീകുട്ടിയും മനസ്സ് തുറന്ന് സംസാരിച്ചു. അവളുടെ ഇതുവരെയുടെ എല്ലാ സങ്കടങ്ങളും വിഷമമൊക്കെ ഇന്ന് പങ്കുവെച്ചു. അതിൻ്റെ സങ്കടമാണ് അനിയേട്ടന്, അല്ലാതെ വേറൊന്നുമല്ല. എങ്കിലും അവൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. സുഭദ്ര നേര്യത്തിൻ്റെ തുമ്പ് ഉയർത്തി കണ്ണു തുടച്ചു. അമ്മ വിഷമിക്കല്ലേ, അനിയേട്ടൻ കാരണം ശ്രീകുട്ടി ഇത്രയേറെ വിഷമിച്ചത് എന്നൊരു സങ്കടമാണ് ഏട്ടന്, അല്ലാതെ വേറൊന്നുമല്ല. അച്ചുവും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. മോളെ ശ്രീകുട്ടിയെ. വീടിൻ്റെ പിന്നിലേക്ക് ശ്രീകുട്ടിയെ അന്വേഷിച്ചു വന്ന രാജി തോടിൻ്റെ വക്കിലിരുന്ന് ശ്രീകുട്ടിയെ കണ്ട് അങ്ങോട്ട് ചെന്നു. എന്തിനാ കുഞ്ഞി പറയാതെ ഇങ്ങോട്ട് വന്നത്? അമ്മ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നിരുന്നാണ് അമ്മ. അമ്മ എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത്? അനിയൊക്കെ വീട്ടിലെത്തി. ഏട്ടത്തി ഇപ്പോൾ വിളിച്ചിരുന്നു, നീ എവിടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും ഓർത്തത് അമ്മ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അച്ഛനാണ് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന്. വാ, സന്ധ്യയില്ലേ മോളെ, നമുക്ക് അങ്ങോട്ട് പോകാം വാ. രാജി എഴുന്നേറ്റു. അമ്മ എനിക്ക് സങ്കടം വരുന്നു. എന്തിനാ എൻ്റെ കുഞ്ഞിക്ക് സങ്കടം? അമ്മയോട് പറയടാ. രാജി വീണ്ടും അവൾക്ക് അരികിലിരുന്ന് ചോദിച്ചു. അനിയേട്ടൻ, ഞാൻ എൻ്റെ അനിയേട്ടനെ വല്ലാതെ നോവിച്ചെന്ന് തോന്നുന്നു അമ്മ. എന്താടാ കുഞ്ഞ്, അതിനൊന്നും പറഞ്ഞില്ലല്ലോ. രാജി ഒന്നും അറിയാത്ത പോലെ ശ്രീകുട്ടിയെ നോക്കി. അവളുടെ കണ്ണുകളും കലങ്ങിയിരുന്നു. അല്ലമ്മ, ഞാൻ പറഞ്ഞു. അവിടെ ഞാൻ സങ്കടപ്പെട്ടത് അനിയേട്ടൻ എന്നോട് അകന്നെന്ന കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ശ്രദ്ധ ചേച്ചിയെ പറ്റിയൊക്കെ. എൻ്റെ അനിയേട്ടൻ കരഞ്ഞമ്മ, ഞാൻ കാണും. എൻ്റെ അനിയേട്ടൻ കരഞ്ഞു. എന്നെ കൂടെ വിളിച്ചു. ഞാൻ പോവില്ലെന്ന് പറഞ്ഞു. പഠിക്കണം, ജോലി നേടണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭ്രാന്തിയെ ശ്രീകുട്ടി അനിയേട്ടനെ ചേരുമെന്ന് പറഞ്ഞു. പാവം അമ്മ, എൻ്റെ അനിയേട്ടൻ ഒത്തിരി സങ്കടപ്പെട്ടാണ് പോയത്. രാജിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് കരഞ്ഞു ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കാനും കരച്ചിലെന്ന് അടക്കാനും സുധാകരനും രാജിയും കുറച്ചേറെ പാടുപെടേണ്ടി വന്നു. ഒടുവിൽ മരുന്ന് കഴിച്ച് അവൾ ഉറങ്ങി. എന്നിട്ടാണ് ഇരുവരും ഒന്ന് സമാധാനിച്ചത്. അനിയോട് ഇതെന്തൊരു സ്നേഹമാണ്. ഈ പെണ്ണ് ഇത്ര സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അവൻ്റെ കൂടെ പോയി നിൽക്കുകയില്ല. അതിന് വാശി. ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും സുധേട്ട? നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ശ്രീകുട്ടിയെ തലോടി രാജി ചോദിച്ചു. അതൊക്കെ ശരിയാകും, ഞാനും വാശി പിടിച്ചതല്ലേ. ഇനി ഒരിക്കലും എനിക്കെൻ്റെ കുഞ്ഞെ കൊടുക്കില്ലെന്നും. പക്ഷേ അവിടെ പരസ്പര സ്നേഹം അത് കണ്ടിരുന്ന് നടിച്ചാൽ നാളെ ഒരു കാലത്ത് അനി മറ്റൊരു കുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് വീണ്ടും ഭ്രാന്തിയായി പോകും. അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ആലോചന സുധാകരൻ രാജിയെ നോക്കി പറഞ്ഞു. സുധേട്ടൻ തോന്നുന്നുണ്ടോ അനി ശ്രീകുട്ടി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കും എന്നോ, ഒരുമിച്ച് ജീവിക്കുമെന്നോ? രാജിക്ക് അയാൾ അനിയെ അങ്ങനെ പറഞ്ഞത് ഇഷ്ടമായില്ല. സത്യം പറയില്ല രാജി, ഇന്ന് അനിയും ശ്രീകുട്ടിയും മനസ്സ് തുറക്കം വരെ തോന്നിയതും അനി കാണും. ശ്രീകുട്ടിക്ക് വയ്യാതെ വന്ന് എന്നൊരു കുറ്റബോധം കാണുമാവും അനി ഡിവോഴ്സ് സമ്മതിക്കാത്തത്. ഇപ്പോൾ ശ്രീകുട്ടി ശരിയായി വരുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ ബന്ധം പിരിഞ്ഞ് മറ്റൊരു വിവാഹം കഴിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും സഹതാപം കൊണ്ട് അനി എൻ്റെ കുഞ്ഞെ വീണ്ടും കൂടെ കൂട്ടരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അനിയുടെ ഉള്ളിൽ ശ്രീകുട്ടിയുണ്ട്. അത് ആഴത്തിൽ തന്നെ, ഇപ്പോഴല്ല മുന്നേ ഉണ്ട്. അവൻ പോലും മനസ്സിലാക്കാൻ വൈകിയെന്ന് മാത്രം. ശരിയാണ്, എല്ലാം നന്നായാൽ മതിയായിരുന്നു. ശ്രീകുട്ടിയുടെ അടുത്തേക്ക് തന്നെ കിടന്നുകൊണ്ട് രാജി പറഞ്ഞു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ അനി? പോയി വന്നിട്ട് നിനക്ക് ആകെ വിഷമാണല്ലോ മോനെ. ഇന്ന് നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ സന്തോഷിക്കുക എന്നൊക്കെ ചിന്തിച്ചത് വെറുതെയായി അല്ല മോനെ. അനിയുടെ റൂമിൽ ലൈറ്റ് കണ്ടിട്ടാണ് കിടക്കാൻ പോയി സുഭദ്ര അവൻ്റെ അരികിലേക്ക് വന്നത്. ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ അമ്മ? അമ്മ ഉൾപ്പെടെ എല്ലാവരും തിരുത്താൻ നോക്കിയിട്ട് ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എൻ്റെ ശ്രീകുട്ടി ഒരു ഭ്രാന്തിയാക്കി. സങ്കടത്തിൽ അനിയുടെ ചുണ്ടും കവിളും വിറച്ചു. കഴിഞ്ഞൊന്നും ചിന്തിക്കേണ്ട അനി, പറയാനുള്ളതൊക്കെ രണ്ടാളും പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അവളെ വല്ലാതെ വേദനിക്കുന്നമ്മ. ആ കണ്ണുനീര് കാണാൻ വയ്യ. ഒക്കെ പറയുമ്പോഴും അവൾ എനിക്ക് നല്ലത് പറയണം എന്ന് ചിന്തിക്കണം. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യെന്ന് സുഭദ്രയ്ക്ക് തോന്നി. നീ കിടക്ക്, കുറച്ചു നേരം അമ്മയോടെ ഇരിക്കാം, ഉറങ്ങിക്കോ. അനി കിടന്നിട്ടും അവൻ്റെ അരികിലിരുന്ന് തലയും കയ്യിലുമൊക്കെ തലോടി ഉറങ്ങുവോളം കൂട്ടിരുന്നു സുഭദ്ര. മക്കളൊന്ന് സ്കൂളിൽ പോകുന്നില്ലടാ. രാവിലെ ഉമ്മറത്തണ്ണിൽ നിന്ന് പേപ്പർ നോക്കുന്ന അനിക്ക് കട്ടൻ കൊണ്ട് കൊടുത്തിട്ട് അരികിലിരുന്ന് സുഭദ്ര ചോദിച്ചു. പോണം. എന്താമേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് കാവ്യയുടെ വീട്ടിൽ നിന്ന് 50ഓളം പേര് വരും. ഇവിടെയും എല്ലാവരെയും വിളിച്ച കണക്ക് നോക്കിയപ്പോൾ ഏകദേശം അത്രയും വരും. അപ്പം മൊത്തം 100 പേരുടെ ഭക്ഷണം ഉണ്ടാക്കണം. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്നൊക്കെ ചോദിക്കാൻ വന്നതാണ്. അതിനിപ്പോൾ എന്താ ചോദിക്കാൻ? ആ ശ്രീഭദ്ര കേറ്ററിംഗറെ ഏൽപ്പിക്കാം, അത് മതി. പണ്ടത്തെ പോലെ എല്ലാം കൂടെ അമ്മയ്ക്കും മാമിക്കും കൂടെ ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല അനി പറഞ്ഞു. എന്നാൽ അച്ചുവും കൂടെ വട്ടെ. ഊണ് വേണോ ബിരിയാണി വേണോ എന്ന് നിങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ചിട്ട് അച്ചു ഷോപ്പിൽ പോകുന്ന വഴി ഓർഡർ കൊടുത്താൽ മതി പറഞ്ഞിട്ട് സുഭദ്ര അടുക്കളയിലേക്ക് പോയി. എന്തായിട്ടമ്മ
എന്നെ കൂടെ ചോദിക്കാൻ പറഞ്ഞത്? അച്ചു കോട്ട് വയിട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന എനിക്കരികിലിടും. പന്നി, നിന്നോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ പല്ല് തേച്ചിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങി വരാവൂന്ന്. അച്ചുവിൻ്റെ കയ്യിൽ നോവിക്കാതെ ഒരടി കൊടുത്തിട്ടാണ് അനി പറഞ്ഞത്. ഓ പിന്നെ ലക്ഷങ്ങൾ വിലയുള്ള ആനപ്പല്ല് തേക്കുന്നില്ല, പിന്നെയാണ് ഈ ഒരു വിലയുമില്ലാത്ത ഞാൻ. നിങ്ങൾ കാര്യം പറയാം മനുഷ്യ, എന്താ അമ്മ എന്നോട് ചോദിക്കാൻ പറഞ്ഞത്? അനി സുഭദ്ര പറഞ്ഞതും അച്ഛനോട് പറഞ്ഞ് അവരും ആലോചിച്ചിട്ട് ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞതോടെ അതും തീരുമാനിച്ചു. കൂടെ സേമിയ പായസം വീട്ടിലും വയ്ക്കാമെന്ന് സുഭദ്രയും പറഞ്ഞു.